കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് 365 ദിവസവും ഇംഗ്ലീഷിന് വേണ്ടി നമുക്ക് അല്പസമയം ചെലവഴിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ രണ്ട് സെൻറ്റൻസുകളുടെ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഈ രണ്ട് സെൻറ്റൻസുകളും ശരിയാണോ, ഇതിലേതാണ് ശരി, എന്തുകൊണ്ട് ഇതിങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡൗട്ടാണ്, അത് നമ്മൾ ക്ലിയർ ആക്കാണ്. മറ്റുള്ള സ്റ്റുഡൻസിനും അത് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിതുപോലെ ഡൗട്ട്സുകളുണ്ടെങ്കിൽ ചോദിക്കാൻ മടി കാണിക്കരുത്. നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് ഇങ്ങനത്തെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ബുക്സുകൾ വെച്ചാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കാര്യം നമുക്ക് വരുന്നത് അഡ്വാൻസ് ലെവൽ ബുക്കിലാണ്, യൂണിറ്റ് 11. ഇപ്പോൾ ബേസിക് ലെവൽ ബുക്ക് വാങ്ങിച്ചവർക്ക് മാത്രമേ അഡ്വാൻസ് ലെവൽ ബുക്ക് നമുക്ക് വാങ്ങാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് മേടിക്കണം നിർബന്ധമൊന്നുമില്ല. ബേസിക് ലെവൽ ബുക്കെങ്കിലും നിർബന്ധമായി നിങ്ങൾ വാങ്ങണം. ബുക്സ് വെച്ചാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിതിൽ സെൻറ്റൻസ് വായിക്കുകയാണ്. I have lived here since 2000. I have been living here since 2000. നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ ഹാവ് ഇതുണ്ട്, അത് കഴിഞ്ഞാൽ ഹാവ് കഴിഞ്ഞാൽ പിന്നെ ലിവ്ഡ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ബീൻ ലിവിങ് ആണ് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം സെയിം ആണ്. ഇനി ഇത് മീനിങ് സെയിം ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ബേസിക് മുതൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രസൻറ്റ് സിമ്പിൾ അല്ലെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്ന ഗ്രാമർ ഉപയോഗിച്ചിട്ടുള്ള 3 സെൻറ്റൻസുകളാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ബുക്സ് മേടിച്ചിട്ടുള്ളൊരു 20-25 ചാപ്റ്റേഴ്സ് നിർബന്ധമായും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അത് ബേസിക്കാണ്. ആ ബേസിക് ഐഡിയ ഇല്ലാതെ അഡ്വാൻസ് ലെവലിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ബുക്സ് വാങ്ങിച്ചിട്ടുള്ളവർ ഞങ്ങൾ പറയേണ്ട കാര്യമില്ല, നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. ഒരു 20-25 ചാപ്റ്റേഴ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഉപയോഗിച്ച് നോക്കാം. സെൻറ്റൻസുകളെല്ലാം ഒന്ന് ഉറക്കെ വായിച്ച് നോക്കാം. ഓക്കെ, നമുക്ക് ഈ സെൻറ്റൻസുകൾ വായിക്കാം. ഐ പ്ലേ ക്രിക്കറ്റ്. ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടോപ്പിക് ഉപയോഗിക്കുന്നത്. ഐ പ്ലേ ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. സിമ്പിൾ പ്രസൻറ്റ് ആണ് ടോപ്പിക്. അതേ സിമ്പിൾ പ്രസൻറ്റ് തന്നെയാണ് ഇനി വരുന്ന 2 സെൻറ്റൻസുകളും. പക്ഷേ ഇത് രണ്ടാമത്തെ സെൻറ്റൻസ് അഡ്ജക്റ്റീവും മൂന്നാമത്തെ സെൻറ്റൻസ് നൗണുമാണ്. അപ്പോൾ നൗണും അഡ്ജക്റ്റീവ്സും വരുന്ന സമയത്ത് സിമ്പിൾ പ്രസൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈസ്, ആം, ആർ എന്ന ഓക്സിലറി വെബ്സ് ആണ്. അതിലെ ഓക്സിലറി വെബ്സ് സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ആം, ഐ ആം എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ് ആം. ആം ഹാപ്പി, ഞാൻ സന്തോഷവാനാണ് എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. അപ്പോൾ ഫാക്റ്റുകൾ പറയാനും അവസ്ഥ പറയാനും അതുപോലെ തന്നെ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ പറയാനും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ ടോപ്പിക്ക് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ഇതൊരു അവസ്ഥയാണ്. ഐ ആം ഹാപ്പി. അഡ്ജക്റ്റീവ് ആണ്, നാമത്തെ വിശേഷിപ്പിക്കുന്ന വാക്ക്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ഇനി ഇവിടെ അതൊരു നൗൺ ആണ്, ടീച്ചർ. ഐ ആം എ ടീച്ചർ. നമ്മളിവിടെ എ ആഡ് ചെയ്യണം. ഐ ആം എ ടീച്ചർ. നൗൺ ആകുമ്പോൾ നിർബന്ധമായും നമ്മളിവിടെ എ ആഡ് ചെയ്യണം. ഐ ആം എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണ്. അപ്പോൾ ഇവിടെ എ പാടില്ല. ഇവിടെ എയോ ഏനോ ഒന്നും പാടില്ല. അത് ഹാപ്പി എന്നതിന് മുമ്പ് നമ്മളവിടെ എയും ഏനോ ഒന്നും പാടില്ല. പക്ഷെ ഇവിടെ ടീച്ചർ നൗൺ ആയതുകൊണ്ട് ഇവിടെ എ ഉപയോഗിച്ചു. ഐ ആം എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണ്. അതും നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ ഫോമാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ ടൈം ഡ്യൂറേഷൻ കാണിക്കേണ്ട സിറ്റുവേഷനിൽ, ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ കാണിക്കേണ്ട സമയത്ത് നമ്മൾ ഏത് ടോപ്പിക് ഉപയോഗിക്കുന്നു എന്നതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് അല്പം ടഫായ ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് തീരെ മനസ്സാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കാണുക. അതിനുശേഷം നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്സ് 25 ടോപ്പിക്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം, അതായത് ഒരു 10 ദിവസമെങ്കിലും ടൈം എടുക്കും അത്. അതിനുശേഷം ഈ വീഡിയോ കണ്ടാൽ മതി. നമ്മൾ ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അതായത് ഇപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടോപ്പിക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് നമുക്ക് വായിക്കാം. ഐ ആം പ്ലേയിങ് ക്രിക്കറ്റ്. ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നൗ എന്ന് ആഡ് ചെയ്യാം, നിങ്ങൾക്കൊരു ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം പ്ലേയിങ് ക്രിക്കറ്റ് നൗ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടാക്കാണ് ഉപയോഗിക്കേണ്ടത്. സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ ടോപ്പിക്കാണ് ഉപയോഗിക്കേണ്ടത്. അതായത് സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഡു ഡസ് ടോപ്പിക് ഉപയോഗിക്കണം. ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഈസമ ടോപ്പിക്കാണ് ഉപയോഗിക്കേണ്ടത്. ഇത് വെർബിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതേ ഓക്സിലറി വെർബ് തന്നെയാണ് അഡ്ജക്റ്റീവ്സ് നൗൺസ് ആകുമ്പോഴും നമുക്ക് സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾക്കും, അതായത് സ്ഥിരമായ അവസ്ഥയ്ക്കും അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കും ഉപയോഗിക്കുന്നതും അതേ ടോപ്പിക്കാണ്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആയിട്ട് ബുക്സ് വെച്ച് പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടാവില്ല.
ഓക്കെ, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഡു ഡസ് ടോപ്പിക് ഉപയോഗിക്കണം. ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഈസ് ആം ആർ ടോപ്പിക്കാണ് ഉപയോഗിക്കേണ്ടത്. ഇത് പ്രസൻറ്റ് സിമ്പിൾ, ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യം ഇതാണ്. ഞാൻ 2 മണിക്കൂറായിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അതെങ്ങനെയാണ് പറയാൻ സാധിക്കുക? അതിന് നമ്മൾ ഉപയോഗിക്കേണ്ട സെൻറ്റൻസ് ഇതാണ്. അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസിന് പകരം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ ഓൾറെഡി ആ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് 2-3 ദിവസം മുമ്പ്. നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ കാണാൻ സാധിക്കും. ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം എന്ന പ്ലേലിസ്റ്റിലാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടോപ്പിക്കാണ് നമ്മളോട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആ പ്രവൃത്തി ഇപ്പോൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇഫക്റ്റ് ബാക്കിലോട്ട് പോകുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, പാസ്റ്റ് ഇഫക്റ്റ് കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന ട്രാക്ക് ഉപയോഗിക്കുന്നത്. I've been playing cricket for 2 hours. I've been playing cricket for 3 hours, 20 minutes, 30 minutes. എന്ത് വേണമെങ്കിൽ നമുക്ക് അവിടെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു നൗൺ ആണെങ്കിൽ നമ്മൾ ചെയ്യുക പ്രസൻറ്റ് സിമ്പിൾ ടോപ്പിക് ഉപയോഗിച്ചാണ് ഞാനൊരു ടീച്ചറാണ് എന്ന കാര്യം പറയുന്നത്. പ്രസൻറ്റ് സിമ്പിൾ ടോപ്പിക്കാണിത്. ഐ എം എ ടീച്ചർ. ഞാൻ 2 വർഷമായിട്ട് ഒരു ടീച്ചറാണെന്ന് പറയുമ്പോൾ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടോപ്പിക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അവിടെ ING ഫോം നമുക്കിവിടെ പറ്റില്ല. അത് തിയറി പ്രകാരം പറ്റാത്തത് കൊണ്ട് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് അത് ഉപയോഗിക്കുക. അപ്പോൾ ഈ ടോപ്പിക് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. പ്രസൻറ്റ് സിമ്പിൾ അതിൻ്റെ ടൈം ഡ്യൂറേഷൻ കാണിക്കാൻ പ്രസൻറ്റ് പെർഫെക്റ്റ്. ഞാൻ പറഞ്ഞു ഈ ടോപ്പിക് വളരെ ടഫാണ്. ബേസിക് ഐഡിയ കിട്ടാത്ത സ്റ്റുഡൻസ് ബുക്ക് വാങ്ങുക, ബുക്ക് വാങ്ങിച്ച് ബേസിക് ക്ലിയർ ആക്കുക, അതിനുശേഷം ഈ ടോപ്പിക്ക് വീണ്ടും കാണാം. അപ്പോൾ നീ ഒരു ടീച്ചറാണോ എന്ന് ഒരാൾ ചോദിച്ചാൽ നമ്മൾ അവരോട് പറയുകയാണ് അഭിമാനത്തോടു കൂടി, അതെ ഞാൻ ഒരു ടീച്ചറാണ്, ഞാൻ 15 വർഷമായിട്ട് ഒരു ടീച്ചറാണ് എന്ന് എനിക്ക് മറുപടി പറയണമെങ്കിൽ ഞാൻ പറയേണ്ടത് ഇങ്ങനെയാണ്. യെസ്, ഐ എം എ ടീച്ചർ. ഐ ബീൻ എ ടീച്ചർ ഫോർ 15 years. അപ്പോൾ ഇത് വേണം, നിർബന്ധമാണ്. അപ്പോൾ ടൈം ഡ്യൂറേഷൻ കാണിക്കാൻ നമ്മൾ ഈ ടോപ്പിക്കാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് അഡ്ജക്റ്റീവ് ആണെങ്കിൽ എങ്ങനെയാണ് അത് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. മാരീഡ് എന്നത് ഇവിടെ ഇത് അഡ്ജക്റ്റീവ് ആണ്. നമുക്കറിയാം മാരി എന്ന വെർബിൻ്റെ സെക്കൻഡ് ഫോം മാരീഡ്, തേർഡ് ഫോം മാരീഡ്. അങ്ങനെ മാരീഡ് എന്നത് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ മാരീഡ് എന്നത് അഡ്ജക്റ്റീവ് ആണ്. ഇവിടെ അഡ്ജക്റ്റീവ് ആണ്. കാരണം അതിന് മുമ്പ് നമ്മൾ കാണാൻ സാധിക്കും നമുക്കിവിടെ ഈസാമ ടോപ്പിക്കാണിത്. സിമ്പിൾ പ്രസന്റ് ആണ് ഈ ടോപ്പിക്. ഞാൻ മാരീഡ് ആണ്, ഞാൻ വിവാഹിതനാണ്. എൻ്റെ ആ മാരീഡ് എന്ന അവസ്ഥ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടോപ്പിക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ കാണിക്കണമെങ്കിൽ പ്രസന്റ് സിമ്പിൾ എന്ന ഈ ടോപ്പിക്കിൻ്റെ ടൈം ഡ്യൂറേഷൻ കാണിക്കണമെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് എന്ന ഈ ടോപ്പിക് ഉപയോഗിക്കണം. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കാം എന്ന് ചോദിച്ചാൽ, നീ വിവാഹിതനാണോ എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനോട് മറുപടി പറയണം. അതെ ഞാൻ വിവാഹിതനാണ്, 5 വർഷമായിട്ട് ഞാൻ വിവാഹിതനാണ് എന്ന് നമുക്ക് പറയേണ്ട സിറ്റുവേഷൻ വന്നാൽ നമ്മൾ പറയേണ്ടത് പ്രകാരമാണ്. യെസ്, ഐ എം മാരീഡ്. ഐ ബീൻ മാരീഡ് ഫോർ 5 years. അപ്പോൾ ഒരു കാരണവശാലും ഐ ആം മാരീഡ് ഫോർ 5 years എന്ന് പറയാൻ പാടില്ല. അത് തെറ്റാണ്. നമ്മൾ പറയേണ്ടത് ഐ ബീൻ മാരീഡ് ഫോർ 5 years എന്നാണ്. ഇനി കുറച്ചും കൂടിയും സീരിയസ് ആയ കാര്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ഡ്രൈവിങ്. ഞാൻ 2 മണിക്കൂറായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ബീൻ ഡ്രൈവിംഗ് ഫോർ 2 hours. ഇത് നമുക്ക് ഓൾറെഡി ഇപ്പോൾ പറഞ്ഞതാണ്. ഇനി 10 വർഷമായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ടോപ്പിക്കാണ് ഉപയോഗിക്കേണ്ടത്? ഇപ്പോൾ സ്ഥിരമായി ഡ്രൈവ് ചെയ്യുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഐ ഡ്രൈവ് ഓൾമോസ്റ്റ് എവറി ഡേ. അപ്പോൾ പ്രസന്റ് സിമ്പിൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അവിടെ ടൈം ഡ്യൂറേഷൻ കാണിക്കുന്ന സമയത്തും നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ട്രാക്ക് ആണ്. ഇതാണ് സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഇതല്ലാതെ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു തരാം. അത് പ്രൂഫോട് കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയാണ്. അതായത് നീ ഡ്രൈവ് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യാറുണ്ട്, ഞാൻ 10 വർഷമായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അവിടെ എക്സ്ട്രാ പറയുന്ന സമയത്ത് നമ്മൾ പറയേണ്ടത് ഇങ്ങനെയാണ്. ചോദ്യം ഒന്നുകൂടി തുടങ്ങാം. ഡു യു ഡ്രൈവ്? നീ ഡ്രൈവ് ചെയ്യാറുണ്ടോ? യെസ്, ഐ ഡ്രൈവ് ഓൾമോസ്റ്റ് എവറി ഡേ. ഞാൻ ഒരുവിധം എല്ലാ ദിവസവും ഡ്രൈവ് ചെയ്യാറുണ്ട്. ഐ ബീൻ ഡ്രൈവിംഗ് ഫോർ 10 years. 10 വർഷമായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 10 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നല്ല അർത്ഥം. ആ പ്രവൃത്തി 10 മിനിറ്റോ 20 മിനിറ്റോ ആണെങ്കിലും അതിനൊരു തുടർച്ചയുണ്ടെന്ന് അർത്ഥം. പക്ഷേ ഈ സിറ്റുവേഷനിൽ ഐ ബീൻ ഡ്രൈവിംഗ് ഫോർ 2 hours എന്ന ഈ സിറ്റുവേഷനിൽ മീനിങ് ഡിഫറെൻ്റ് ആണ്. എടാ നീ ഇപ്പോൾ ഡ്രൈവ് ചെയ്യാണോ? ആർ യു ഡ്രൈവിംഗ് നൗ?
യെസ് ഡിയർ ഐ എം ഡ്രൈവിംഗ്, ഐ ബീൻ ഡ്രൈവിംഗ് ഫോർ 2 hours എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തുടർച്ചയായിട്ട് ആ പ്രവൃത്തി 2 മണിക്കൂറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. ഓക്കെ, ഇപ്പം ഇത് അല്ലാതെ ഒരു സിറ്റുവേഷനിലും കൂടി വരുന്നുണ്ട്. അതായത് ഡ്രൈവ് ചെയ്ത് നിർത്തി അവൻ ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ അവനോട് നമ്മൾ ചോദിക്കുകയാണ്, എടാ നീ ടയേർഡാണോ? ആർ യു ടയേർഡ്? യെസ് ഐ എം ടയേർഡ്. വൈ ആർ യു ടയേർഡ്? നീ എന്താ ടയേർഡാവാൻ കാരണം എന്ന് ചോദിക്കുമ്പോഴും അവൻ പറയാണ്, ഐ ബീൻ ഡ്രൈവിംഗ് ഫോർ 2 hours, ഞാൻ 2 മണിക്കൂറായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വെച്ചാൽ ആ സെക്കൻഡിൽ അതിൻ്റെ ക്ഷീണത്തിലാണ് അവൻ ഇരിക്കുന്നത്, പക്ഷെ അവൻ ഡ്രൈവ് ചെയ്യല്ല. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ആർഗ്യുമെൻറ്റ്സ് വരും, ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നു ബുക്സ് വാങ്ങുക, പ്രാക്ടീസ് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സസ് വരും, തുടങ്ങിയിട്ടുള്ളൂ നമ്മുടെ ചാനൽ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ദിവസവും ഏറ്റവും ടഫായിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഒരു സംശയം വേണ്ട, അതിൻ്റെ പ്രൂഫും കാണിച്ചു തരാം. അപ്പം ഇന്ന് നമ്മൾ അതല്ല പറയുന്നത്. ഇന്നൊരു സ്റ്റുഡൻറ്റിൻ്റെ ഡൗട്ട് നമ്മൾ ക്ലിയർ ആക്കുന്നു, അതിൻ്റെ പ്രൂഫ് മാത്രം കാണിച്ചു തരുന്നു. എന്ത് ഡൗട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞങ്ങൾ പറയുന്നതിൻ്റെ എന്തിൻ്റെയും പ്രൂഫ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത വീഡിയോയിൽ ഞങ്ങളത് പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മുടെ അഡ്വാൻസ് ലെവൽ ബുക്കിലുള്ള ഒരു പ്രൂഫാണ് നമ്മൾ കാണിച്ചു തരുന്നത്. യു ക്യാൻ യൂസ് എയ്തർ ദ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഓർ സിമ്പിൾ വിത്ത് ലിവ് ആൻഡ് വർക്ക്. ഓക്കെ, ലിവ്, വർക്ക് എന്നീ 2 വെർബ് ഉപയോഗിക്കുമ്പോൾ ഒന്നുകിൽ പ്രസന്റ് പെർഫെക്റ്റോ അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസോ ഉപയോഗിക്കാം. പ്രസന്റ് പെർഫെക്റ്റ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് തന്നെ അർത്ഥം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസോ അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റോ നമുക്ക് ഉപയോഗിക്കാം. എവിടെ? ലിവ് എന്ന വെർബിനും വർക്ക് എന്ന വെർബിനും. ഇപ്പോൾ നമ്മൾ പറയേണ്ട സെന്റൻസ് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. ഐ ലിവ് ഹിയർ, പ്രസന്റ് സിമ്പിൾ ആണത്. ഞാൻ ഇവിടെ 2000 മുതൽ താമസിക്കുന്നു. I've been living here since 2000. അങ്ങനെയും പറയാം. I've lived here since 2000. അങ്ങനെയും പറയാം. അതുപോലെ തന്നെ വർക്ക് എന്ന സിറ്റുവേഷനിലും ഞാൻ ഈ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഐ വർക്ക് ഇൻ ദിസ് കമ്പനി. ഞാനിവിടെ 2000 മുതൽ വർക്ക് ചെയ്യുന്നു. I've been working here since 2000. Or I worked here. I have worked. I worked here since 2000. രണ്ടും ശരിയാണ്. ഞാൻ ഡ്രൈവ് ചെയ്യാറുണ്ട്. I drive. ഞാൻ 20 വർഷമായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. I've been driving for 20 years. അതാണ് ശരി, അത് മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ നമുക്ക് പ്രൂഫോട് കൂടി മാത്രം പഠിക്കണം. കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. വീണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, ഒരു കാരണവശാലും മറ്റുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കരുത്. കാരണം ക്വാളിറ്റി ഇല്ലാതെ നമ്മൾ പഠിക്കുന്നതൊക്കെ നമുക്ക് വേസ്റ്റ് ആയിരിക്കും. ഓക്കെ, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ബേസിൻ്റെ ബുക്സ് മാത്രം നമുക്ക് വാങ്ങിക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇതുപോലുള്ള യൂസ്ഫുൾ ആയ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വാച്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ചാനലിനെ കുറിച്ചുള്ള മറ്റ് ഡീറ്റെയിൽസ് ആണ് ഇനി നമ്മൾ പറയുന്നത്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ ബുക്ക് ഞങ്ങളിൽ നിന്ന് എങ്ങനെ വാങ്ങാമെന്നും അതെങ്ങനെ ഉപയോഗിക്കണമെന്നും എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ ഇതിൽ ഞങ്ങൾ പറയുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾ അത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇനി അത് കേൾക്കേണ്ട കാര്യമില്ല, വേറെ വീഡിയോ നിങ്ങൾ കാണണം. ഇത് കുറച്ച് ഫാസ്റ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ബുക്സ് വെച്ച് ഏറ്റവും ബേസിക് തൊട്ട് പ്രാക്ടീസ് ചെയ്യാൻ മടി കാണിക്കരുത്. IELTS പോലുള്ള ഇൻ്റർനാഷണൽ എക്സാംസ് നടത്തുന്ന യൂണിവേഴ്സിറ്റിയാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. അപ്പോൾ നമുക്ക് നിർബന്ധമായും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ ഒരു ബുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾക്കറിയാം ഡിഡ്, ഹാവ്, വുഡ്, കുഡ് ഇങ്ങനെയുള്ള ഓക്സിവേർബ്സും മോഡൽ ഓക്സിവേർബ്സും കുറേ വീഡിയോസ് നമ്മൾ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ കൺഫ്യൂഷൻസ് ആവും, ഏത് എവിടെ ഉപയോഗിക്കണമെന്നൊക്കെ. അപ്പോൾ നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ഐഡിയ വേണം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ക്ലാസ്സസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൃത്യമായ ഓർഡറിലുള്ളൊരു ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇപ്പോൾ പല സ്റ്റുഡൻസും പല റേഞ്ചിലുള്ള സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമുക്കിത് കൃത്യം ഓർഡറിൽ കുറച്ച് സ്റ്റുഡൻസിന് വേണ്ടി മാത്രം നമുക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 2 ബുക്സ് ഞങ്ങളിൽ നിന്ന് വാങ്ങുക. അതിനാകെ നിങ്ങൾക്ക് ചിലവ് വരിക 550 രൂപ മാത്രമാണ്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ ഒരു ബുക്കും ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത ഒരു ബുക്കും നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. 550 രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ അയക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി നിങ്ങൾ വിളിക്കേണ്ടത് 82815556 എന്ന നമ്പറിലേക്കാണ്. നിങ്ങൾ ഒട്ടും മടി കാണിക്കരുത്, ഉടനടി വിളിക്കൂ. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൻ്റെ ക്വാളിറ്റി കൂട്ടണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സംസാരിച്ച് പഠിക്കണം.
അപ്പോൾ അതിന് നല്ല സെൻറ്റൻസുകൾ നിങ്ങൾ ഉറക്കെ പറഞ്ഞു പഠിക്കണം. സ്വരം കുറച്ചല്ല, ഉറക്കെ പറഞ്ഞു പഠിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ബുക്സുകൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ ബുക്കിലുള്ള സെൻറ്റൻസുകൾ ഓരോന്നും പറഞ്ഞു പഠിക്കണം. കാരണം ഇപ്പോൾ ഈ സെൻറ്റൻസുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഗ്രാമർ ഐഡിയ. പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം നോക്കുകയാണെങ്കിൽ നമ്മളത് മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ അത് നിൽക്കും. അപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്, വെറുതെ വീഡിയോ കണ്ടുപോയാൽ പോരാ, നിങ്ങൾ സെൻറ്റൻസ് പ്രാക്ടീസ് ചെയ്യണം, ഉറക്കെ പറയണം, നിർബന്ധമാണത്. മലയാളം സംസാരിച്ചാണ് മലയാളത്തിൻ്റെ ക്വാളിറ്റി നമ്മൾ കൂട്ടിയെന്നുള്ളത് നമ്മൾ മറക്കരുത്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ക്വാളിറ്റി കൂട്ടാനും നമ്മൾ ഉറക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 10-300 ടോപ്പിക്സ് ഒന്നും നമ്മുടെ ബ്രെയിനിൽ നിൽക്കില്ല, നമുക്ക് ഓർത്ത് വയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ഓർത്ത് വയ്ക്കാൻ സാധിക്കും നമ്മളത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ആ ഒരു മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കണം. 82815556 എന്ന ഈ നമ്പറിൽ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ അംഗങ്ങളാകണം. കാരണം നമ്മൾ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കും. അതുകൂടാതെ ചില മെറ്റീരിയൽസ്, അതായത് നിങ്ങൾക്ക് ചില ടോപ്പിക്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രൂഫ്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുടെ പ്രൂഫൊക്കെ നിങ്ങൾക്ക് അതിൽ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതിലൊരു പ്രത്യേകത, ഞങ്ങൾക്ക് മാത്രം മെസ്സേജ് അയക്കാവുന്ന രീതിയിലാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാരണം എല്ലാ സ്റ്റുഡൻസിനും മെസ്സേജ് അയക്കാവുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ഡിസ്റ്റർബൻസ് ആയിരിക്കും എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിൽ നിന്നുള്ള മെറ്റീരിയൽസ് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വേറെ ശല്യങ്ങളും ഇല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാകാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആഡ് മൈ നമ്പർ എന്ന ഒരു മെസ്സേജ് 82815556 എന്ന നമ്പറിലേക്ക് അയയ്ക്കുക. അവർ നിങ്ങളുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അയക്കേണ്ടത് ഇപ്രകാരമാണ്: പ്ലീസ് ആഡ് മൈ നമ്പർ 82815556 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒരു 5 ഫ്രണ്ട്സിനെങ്കിലും നമ്മളത് ഫോർവേഡ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഈ 2 വീഡിയോസിൽ ഏതെങ്കിലും ഒന്ന് വാച്ച് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.